സംബന്ധിച്ച് നമുക്ക് ഒരാളോട് ചോദിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാനോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് അതിനുള്ള ആൻസേഴ്സ് തരാനോ കേപ്പബിൾ ആയ ഒരു ഓപ്ഷൻ ആയിരുന്നില്ല ഈ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകളൊക്കെ. സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കൊടുക്കുന്ന കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് എന്താണോ ആ കീവേഡ് വെച്ചിട്ടുള്ള ആൻസേഴ്സുകൾ നമുക്ക് ഇങ്ങോട്ട് തരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആൻസറുകൾ ഏതെങ്കിലും ഒരു സൈറ്റോ അല്ലെങ്കിൽ ബ്ലോഗുകളോ ബേസ് ചെയ്തിട്ടുള്ള ആൻസറുകൾ മാത്രമായിരുന്നു. ആ ആൻസറുകളിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് AI വന്നതിന് ശേഷം ഒരു ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന AI എത്രത്തോളം പവർഫുള്ളാണോ അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൻസറുകൾ ലഭിക്കാനും പിന്നീട് ഇങ്ങനെയുള്ള AI ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളിടത്ത് നിന്നും നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ജനറേറ്റ് ചെയ്യാനും അതുപോലെ സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാനും മ്യൂസിക്കുകൾ ജനറേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യമായ എന്ത് കാര്യങ്ങളും കോഡിങ്ങുകളായാലും വെബ്സൈറ്റുകളായാലും എന്തും ജനറേറ്റ് ചെയ്ത് എടുക്കാനുള്ള മനുഷ്യന്മാർ കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന എന്ത് പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള കഴിവുള്ള AIകൾ നിലവിൽ വന്നു.